ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിന്ന് വൈകിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയപ്പോൾ പാർക്കിൽ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ എല്ലാവരും പാർക്കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് നടക്കാം, ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒരുമിച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ്, അതിൽ വലിയ വെയിലൊന്നുമില്ല. 7 മണിയൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഇരുട്ടൊക്കെ വന്ന് തുടങ്ങി. തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട്. അധികം ആളുകളൊന്നുമില്ല ഇന്ന് പാർക്കിൽ. തിരക്ക് കുറവായിരുന്നു. തിരക്ക് തീരെ ഇല്ലായിരുന്നു. സാധാരണ ഉച്ചയ്ക്കൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കും. ഇപ്പം വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ആളും ബഹളമൊക്കെയാണ്. ഇപ്പം അധികം ആളൊന്നുമില്ല. തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. തണുപ്പത്തിങ്ങനെ നടക്കാം. ഇവരൊക്കെ ഉറങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും കണ്ണടച്ചിരിക്കുന്നു. സ്വാന് നമ്മുടെ അരയന്നങ്ങളില്ലേ, കണ്ണിങ്ങനെ അടച്ചിരിക്കും. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഉറങ്ങുകയെന്ന് തോന്നുന്നു. സൗണ്ടേ ഇല്ല, ഭയങ്കര നിശബ്ദമായിരുന്നു. കണ്ടോ, ഭയങ്കര സൈലൻ്റായിട്ട് അവരിങ്ങനെ കിടക്കുന്നത്, ഭയങ്കര നിശബ്ദമായിട്ട്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല തെളിഞ്ഞ്. നമുക്ക് സുഖമായിരുന്നു ഇങ്ങനെ നടക്കാൻ. കവിതകൾ എഴുതുന്നവർക്ക് കവിതകളൊക്കെ ആലോചിക്കാനും, പാട്ട് പാടാൻ അറിയുന്നവർക്ക് പാട്ട് പാടാനും, വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാനും ഒക്കെ പറ്റുന്നൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുക എന്ന് തന്നെ ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു റിലാക്സേഷൻ തോന്നില്ലേ. പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തോന്നും. നല്ല ഒരു പ്രത്യേകം നമ്മുടെ കണ്ണിനും ഒക്കെ ഒരു കുളിർമ തോന്നുകയാണ് ഈ ഗ്രീന്. അങ്ങനെ ഫുൾ ഇവിടെ ഈ ഗ്രീനും ഇതൊക്കെ കണ്ടുപോകാൻ തന്നെ ഒരു രസം. പിന്നെ ഇതുപോലെയുള്ള കളർഫുൾ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത കൂടുതൽ ഈ വുഡ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർക്കിൽ കൂടുതലും ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പഴയ തടികളാണെങ്കിലും അവർ റീയൂസ് ചെയ്യുന്ന പോലെ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ആപ്പിൾ ട്രീ ആണ്. കണ്ടാവുന്നത് നിറയെ ആപ്പിളായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഇന്ന് പാർക്കിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഗിഫ്റ്റായത്. നിറയെ ആപ്പിൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ട്. അത്യാവശ്യം വലിയ മരമുണ്ട്, എന്നാൽ ചെറിയ മരങ്ങളുമുണ്ട്. ചെറിയ തൈയൊക്കെ വെച്ചിട്ടായി വന്നിരിക്കുന്ന പോലത്തെ ഉണ്ട്. പക്ഷെ നിറയെ ഉണ്ട്. നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ ഇതിലും ചെറുതായിരുന്നു അത്. ഇപ്പോൾ കുറച്ചുകൂടി വലുതായി. നമുക്കിങ്ങനെ കാണാം അവിടെ ഇലകളുടെ എല്ലാ അടിയിൽ ഇനിയും കൂടുതലായിട്ട് വരും. അതിങ്ങനെ ഗ്രീൻ കളറിങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. കുറേ ഉണ്ട്. കുറേ ആപ്പിൾ ട്രീകളുണ്ട്. ഈ ഒരു പോർഷൻ ഫുള്ളിങ്ങനെ ആപ്പിൾ ട്രീ ആണ്. അതിലെല്ലാം ആയി വരുന്നുണ്ട്. നേരത്തെ വന്നപ്പോൾ ചെറിയ കായ പോലെ ആയി ഉള്ളായിരുന്നു. ഇപ്പോൾ അത് വലുതായി. നോക്ക്, കണ്ടോ, താഴെ നമുക്ക് കൈ എത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ട്. അധികം പൊക്കമില്ലാത്ത ചെറിയ മരങ്ങളാണ്. പക്ഷേ അതിലൊക്കെ നിറയെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. സൈഡിലൊക്കെ ഉണ്ട്, കണ്ടോ, കുറേ ഉണ്ട്. അതെല്ലാം ട്രീസാണ്, അതെല്ലാം ആപ്പിൾ ട്രീസാണ്. ഇതൊരു ചെറിയ ട്രീയാണ്, കണ്ടോ. അധികം പ്രായമായിട്ടില്ല മരം, പക്ഷേ എങ്കിലും അതിലും നിറയെ ഉണ്ടായി വരുന്നുണ്ട്. നമുക്ക് കൈകൊണ്ട് എടുക്കാം. അതേപോലെ ഗ്രീൻ ആപ്പിൾസ് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ദണ്ടിത് ഒരു ചെറിയ ഒരു അധികം ബ്രാഞ്ചസ് ഒന്നും അതിനില്ല, പക്ഷേ എങ്കിൽ പോലും ഇതാ, കണ്ടോ, അതിലുണ്ട്. ഇങ്ങനെ നിറയാകും ആപ്പിൾ. എന്താല്ലേ, ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ പറിച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു രസം തന്നെയല്ലേ. ഇതവിടെയൊക്കെ വേറെയുണ്ട് ആപ്പിൾസ്. ഇതെല്ലാം ആപ്പിൾ ട്രീ തന്നെ. രാത്രിയാകാൻ പോകുന്നു. കുറേ കൂടെ ഇരുട്ടായി വരുന്നുണ്ട്. നമ്മളിനി പതുക്കെ നടന്ന് വീട്ടിലേക്ക് പോകും. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാം. അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. പിന്നെന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.